നമസ്തേ. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരൽപ്പനേരം അറിവപരപ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരം ആണ്ടുപോലെ തോന്നും. ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ ഒരു ഭാഗമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഇന്നത്തെ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വിശദാംശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്? പര എന്ന് പറഞ്ഞാൽ വിദ്യ, വിദ്യയുടെ അതായത് ജ്ഞാനമാകുന്ന ആ ദേവിയുടെ പാല് നുകർന്നവർക്ക്, അതായത് വിദ്യ അറിഞ്ഞവർക്ക് 10,000 ആണ്ട് എന്ന് പറയുന്നത് വെറും അരനിമിഷമായിട്ട് തോന്നും. കാരണം അവർ ആ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലായതുകൊണ്ട് അവർക്ക് സമയം എന്ന് പറയുന്നത് അറിയേയില്ല. എന്നാൽ നേരെ മറിച്ച് അപരയ്ക്ക്, മായയ്ക്ക് അധീനമായി പോയാൽ, അവിദ്യയ്ക്ക് അധീനമായി പോയാൽ ഒരു അരനൊടി പോലും നമുക്ക് 1000 ആണ്ട് പോലെ തോന്നും. ഇതെനിക്ക് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സഹോദരി അയച്ചു തന്നാണ്, ബിന്ദു. ഇത് പറയാനുള്ള സാഹചര്യം ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച മോഹൻജിയെ കാണുവാനായിട്ട് പോകാൻ എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ 8:30 അവിടെ ചെല്ലാനാണ് മോഹൻജി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്ന് എറണാകുളത്താണ്, എറണാകുളം ടൗൺ ഹാളിൻ്റെയൊക്കെ ആ ഭാഗത്താണ് മോഹൻജി താമസിച്ചിരുന്നത്, ഹോട്ടലിൽ. അപ്പോൾ ഇവിടെ നിന്ന് പോകാനായിട്ട് ശരിക്കും പറഞ്ഞാൽ കാറിന് പോകണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അന്ന് രാവിലെ ആണെങ്കിൽ എനിക്കിപ്പോൾ ഒരു 7 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 8:30 ആകുമ്പോഴേക്കും അവിടെ എത്താൻ പറ്റുള്ളൂ. ഞാൻ കാറിനാണ് പുറപ്പെട്ടത്, പക്ഷെ ഭയങ്കര മഴയായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എത്തില്ല, കാരണം മഴയും കൂടി ഉണ്ടാകുമ്പോൾ എറണാകുളത്തേക്ക് ഭയങ്കര ബ്ലോക്കായിരിക്കും, പിന്നെ ഈ ഡ്രൈവും. അപ്പോൾ ഈ പറഞ്ഞ മോഹൻജി താമസിക്കുന്ന ഹോട്ടൽ എനിക്കറിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണത്, അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആലുവയിൽ ചെന്ന് കാർ അവിടെ ഇട്ടിട്ട് മെട്രോ ട്രെയിനിനാണ് പോയത്. അപ്പോൾ ആലുവ, കൊച്ചി, തൃപ്പൂണിത്തുറ മെട്രോ ട്രെയിനിനെ പറ്റി അറിയാത്തവർക്ക് പറയണ, മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആലുവയിൽ നിന്നാണ്, അവസാനിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ. 14ാമത്തെ സ്റ്റോപ്പാണ് ഇവിടെ നിന്ന് ടൗൺ ഹാൾ സ്റ്റോപ്പ്. അപ്പോൾ ഞാൻ ആലുവയിൽ നിന്ന് മെട്രോയിൽ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് 8:30 ആയി ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും. അപ്പം മോഹൻജിയുടെ കുറച്ച് സുഹൃത്തുക്കളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനും അവരുടെ കൂടെ കൂടി. അപ്പോൾ മോഹൻജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ലേഡിയെ നിങ്ങളെല്ലാവരും അറിയും, ഡോക്ടർ PP വിജയൻ. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ജിജി വിജയൻ. അപ്പോൾ ഇവരെ പരിചയപ്പെട്ടു. ഇവരുടെ യൂട്യൂബ് വീഡിയോസൊക്കെ 1-2 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സൈക്കോളജി എക്സ്പേർട്ടാണ്, കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ഒരാളാണ് എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മോഹൻജിയുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് അവിടെ, റോബിൻ തിരുമല എന്ന് പറഞ്ഞിട്ട്, ഫിലിം ഡയറക്ടറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, മോഹൻജിയുടെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയാമായിരിക്കും, മോഹൻജിയുടെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ശ്രീമതി ജിജി തൻ്റെ ഒരു ബാബാജി എക്സ്പീരിയൻസിനെ കുറിച്ച് ഷെയർ ചെയ്തു. നമുക്ക് എക്സ്പീരിയൻസ് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എനിക്കറിയാം, എൻ്റെ വീഡിയോസിൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ മഹാദർ ബാബാജിയുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം സ്വാഭാവികമായിട്ടും മഹാദർ ബാബാജിയിലേക്ക് തിരിഞ്ഞു. അപ്പോൾ മോഹൻജി അദ്ദേഹത്തിൻ്റെ ബാബാജി എക്സ്പീരിയൻസുകൾ ശ്രീമതി ജിജിയോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അതിൽ പലതും നമുക്ക് അറിയുന്നതാണ്, കാരണം ആ 3 ഭാഗമുള്ള ബാബാജി ബ്ലോഗ്സ് ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക്. അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അറിയാത്ത ചില കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു കാര്യം, 2000 അമ്മുവിൻ്റെ ആ ഒരു ആക്സിഡൻറ്റിന് ശേഷം സ്പിരിച്വാലിറ്റിയിലേക്ക് മോഹൻജി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു ഇവോൾവ് ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും ശരീരബോധം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് ഒരു ഷിപ്പിംഗ് ഇൻഡസ്ട്രീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. GM ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബാണ്. ഫയലൊക്കെ വായിച്ച് നോക്കിയിട്ട് സൈൻ ചെയ്യണം, അത്ര ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഫയലുകൾ വായിച്ച് നോക്കി സൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. കാരണം ഈ ശരീരബോധം ഇല്ലാതായപ്പോൾ സിഗ്നേച്ചർ മറന്നു പോകുന്നൊരവസ്ഥ വന്നു. അതായത് തൻ്റെ സിഗ്നേച്ചർ എന്താണെന്ന് പെട്ടെന്ന് പിടികിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെ ആരോടും പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനൊരു കാര്യം, തനിക്ക് ശരീരബോധം പോകുന്നു എന്ന്. കാരണം അത് അന്ന് ഒട്ടും അറിയില്ല. ഇപ്പോൾ പിന്നെയും ആളുകൾക്ക് സ്പിരിച്വാലിറ്റിയെ പറ്റിയോ ഗുരുക്കന്മാരെ പറ്റിയോ ഒക്കെ ഈ
ഒരു ഇൻ്റർനെറ്റ് എന്താ പറയുക ഇൻ്റർനെറ്റ് യുഗം വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊക്കെ അറിയാം. അന്നൊന്നും ഒട്ടും അറിയില്ല. അപ്പോൾ ഇതാരോടും പറയാൻ പറ്റില്ല. ആ ഒരു ജോലിയെ തന്നെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് മോഹൻജി എപ്പോഴും പറയും, അക്കൗണ്ടൻറ്റിനോട് ഇതെങ്ങനെ പറയും എന്നറിയില്ലാത്തതുകൊണ്ട് മോഹൻജി കണ്ടുപിടിച്ച ഒരു ഉപായമായിരുന്നു പഴയ ഫയലുകൾ എടുത്തുകൊണ്ട് പോകാൻ എനിക്കൊന്ന് റീചെക്ക് ചെയ്യണമെന്ന് പറയും. എന്നിട്ട് അതിൽ നോക്കി ഒപ്പിട്ട് പഠിച്ചിട്ട് പുതിയ ഫയലുകളിൽ ഒപ്പിടും. അപ്പോൾ ഇത് അക്കൗണ്ടൻറ്റിന് കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊരു വിഷമമായി മാറി. പിന്നെ ഓഫീസിലാണെങ്കിലും ഇതൊരു ചർച്ചാ വിഷയമായി. കാരണം കുറച്ച് അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ശരീരബോധം ഇല്ലാതെയാവുക, താൻ ആരാണ്, തൻ്റെ പേരെന്താണ്, താൻ എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ സിഗ്നേച്ചർ അറിയാൻ വേണ്ടിയിട്ട് ഫയലുകൾ കൊണ്ടിരുന്നത് കൊണ്ട് അക്കൗണ്ടൻറ്റിന് വിഷമമായി. അക്കൗണ്ടൻറ്റ് പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്യാൻ പോവാമെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് മോഹൻജി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ ക്ലോസ് ചെയ്ത ഫയലെല്ലാം വീണ്ടും എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്. ഇതൊക്കെ ഞാൻ ഫയൽ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ മോഹൻജി അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, അല്ല, ഞാനൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, അതിന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഴയ ഫയലുകൾ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് ഒഴിവാക്കിയെങ്കിലും അങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലെത്തി. കാരണം ഇങ്ങനെ മറവിയും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ, ശരീരബോധം ഇല്ലാത്ത അവസ്ഥയിലാവുമ്പോൾ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അത് ഓഫീസിലും ചർച്ചാ വിഷയമാവുമെന്ന് കണ്ടപ്പോൾ റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ റെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ. അപ്പോഴാണ് മോഹൻജിക്ക് മെസ്സഞ്ചർ തുറന്നു നോക്കാൻ തോന്നിയത്. കാരണം മെസ്സഞ്ചർ അങ്ങനെ കുറേ നാളുകളായിട്ട് തുറക്കാതിരിക്കുകയാണ്. അപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ഒരു മെസ്സേജ്, പഴയ കുറേ നാൾ മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് പറഞ്ഞത്, മോഹൻജിയെ യോഗ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, യോഗാചാര്യൻ്റെ ഒരു മെസ്സേജ്. മോഹൻജി, നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ തന്നെ മോഹൻജി മറുപടി അയച്ചു, ഞാൻ ഇങ്ങനെയാണ്, ഇവിടെയാണുള്ളത്, ഇത്രയും നാളുകൾക്ക് ശേഷം കണ്ടതിൽ സന്തോഷം. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഒരൊറ്റ മെസ്സേജാണ്, ഒരു മാസം കൂടി നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഒരു മാസത്തിന് ശേഷം ഇതിന് മാറ്റം വരും എന്ന് നിങ്ങളെ അറിയിക്കാൻ പറഞ്ഞു എന്ന്. അപ്പോൾ ഇതെന്താണെന്നും ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല. ഈ ഒരു യോഗാചാര്യനുമായിട്ട് കുറേ നാളുകളായിട്ട് യാതൊരു ബന്ധമില്ലാതിരിക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ്, അതിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, മോഹൻജിയുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ പറയുന്ന പോലെ ഒരു മെസ്സേജ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. പിന്നീട് മോഹൻജി അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്, കുറേ കാലത്തിന് ശേഷമാണല്ലോ നമ്മൾ കണ്ടുമുട്ടിയത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ഗുരുവുണ്ട്, ആ ഗുരു സമാധിയായിട്ടുണ്ട്. പക്ഷെ സമാധി ആയെങ്കിലും ഇദ്ദേഹം വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് ആ ഗുരുവിൻ്റെ മെസ്സേജുകൾ കിട്ടാറുണ്ട്. കാരണം ഗുരുക്കന്മാർക്ക്, യഥാർത്ഥ ഗുരുക്കന്മാർക്ക് ശരീരമൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം തൻ്റെ ശിഷ്യനോട് പറഞ്ഞൊരു കാര്യമാണ്, മോഹൻജി അറിയിക്കുക, ഈ ഒരു അവസ്ഥ അധികം നീണ്ടു നിൽക്കില്ല, ഗുരു മണ്ഡലത്തിൻ്റെ പ്രൊട്ടക്ഷൻ്റെ ഒരു മാസം കൂടെ പിടിച്ചു നിൽക്കാൻ അറിയിക്കാൻ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് മോഹൻജിയായിട്ട് ഇപ്പോൾ ഒരു കണക്ഷനില്ല, മോഹൻജി എവിടെയാണ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം ഇതിങ്ങനെ ഒരു പരിചയമില്ലാത്ത, എവിടെയാണെന്ന് അറിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെ മെസ്സേജ് അയക്കുമെന്ന് ചോദിച്ചൊന്ന് അമാന്തിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഗുരു വീണ്ടും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനോട് വഴക്കു അറിയുകയുണ്ടായത്. ലിറ്ററലി ഷൗട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യണമെന്ന് ഉള്ളൊരു മെസ്സേജ് കൊടുത്തു. അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ മെസ്സഞ്ചറിൽ കയറി മെസ്സേജ് അയച്ചതാണ്. അത് മോഹൻജി തക്ക സമയത്ത് കണ്ടു. റെസിഗ്നേഷൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കാണുകയും അപ്പോൾ ആ ഒരു മെസ്സേജ് അനുസരിച്ച് പിന്നീട് അവിടെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. പിന്നെ കുറേ കാര്യങ്ങൾ ഈ ബാബാജിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഷെയർ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ മിസ്സസ് ജിജി അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടു. അവരും ഹാദർ ബാബാജിയുടെ ഒരു ഫോളോവറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭാഷണം എല്ലാം എൻജോയ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ ചില കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്കറിയാവുന്നതാണ്. അപ്പോൾ മോഹൻജി ഇങ്ങനെ ശരീരബോധം നഷ്ടപ്പെടുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പെട്ടെന്ന് ചിന്തിച്ചു, ശരീരബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയായിരിക്കും ഒരാൾ പെരുമാറുക, അതെങ്ങനെയായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ്, പെട്ടെന്ന് ആ ഒരു എന്താ പറയുക, ശരീരത്തിലല്ലാതെ വരുന്ന അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ സംഭാഷണം മാറിപ്പോയി. അപ്പം ഈ റോബിൻ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന സിനിമ ഡയറക്ടർ, അദ്ദേഹം പറയുണ്ടായിരുന്നു, മോഹൻജി അന്ന് വർക്ക് ചെയ്ത ആ കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു എന്താ പറയുക, ഒരു കരാറ്, അത് ആ ഓഫീസിലുള്ളവരെല്ലാവരും അന്ന് എതിർത്തു. പക്ഷേ മോഹൻജിയുടെ ഒറ്റ നിർബന്ധത്തിൽ ആ ഒരു കരാർ ഒപ്പിട്ടു. പക്ഷേ ആ ഒരു കരാറിൻ്റെ ബലത്തിലാണ് ആ കമ്പനി ഇന്നും സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ കരാറും പരാജയമായി പോയി എന്നൊക്കെ അദ്ദേഹം പറയുണ്ടായി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമുക്കറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ചിന്ത വന്നു, അത് മറന്നുപോയി.
പിന്നെ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. എല്ലാവരും വളരെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ 10:30 ആയപ്പോഴേക്കും അടുത്ത മീറ്റിങ്ങിനുള്ള സമയമായപ്പം ഒരു ഏകദേശം 2 മണിക്കൂറോളം മോഹൻജിയുടെ ആ ഒരു പ്രസൻസിൽ നമുക്ക് സംസാരിക്കാനും മറ്റ് നല്ല ഒരു വ്യക്തിത്വങ്ങളെയൊക്കെ പരിചയപ്പെടാനും സാധിച്ചു. അപ്പോൾ അതിനുശേഷം ഞാൻ തിരിച്ച് മെട്രോയിൽ തന്നെ ആലുവയിലേക്ക് വരാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ ആ മെട്രോയിൽ കയറിയപ്പോൾ എനിക്ക് എൻ്റെ ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് വരുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. ഒരു ലൈക്ക് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കുമിളകൾ പോലെ എന്തോ ഒരു സൗണ്ട്, എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. പിന്നെ ബോഡി വേറൊരു എന്താ പറയുക, ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു അനുഭവമുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, മൈൻഡ് വർക്ക് ചെയ്യാത്ത രീതിയിൽ. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, മോഹൻജിയും ഞാനും ജിജി മാഡവും പിന്നെ വേറെ 2-3 പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കൂടി നിൽക്കുന്നൊരു ഫോട്ടോ മിറക്കിൾ മെഡിറ്റേഷൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തു. മോഹൻജിയെ കണ്ടു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അത്രയും ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഹാളിൽ നിന്ന് ആലുവയിലേക്ക് 1/2 മണിക്കൂർ എടുക്കും, 14 സ്റ്റോപ്പുണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ അപ്പോൾ ട്രെയിനിൽ മെട്രോയിലോ കയറിയുള്ളവർക്ക് അറിയാമല്ലോ, ഒരു സ്ക്രീനിൽ ഇങ്ങനെ സ്റ്റേഷനുകൾ എഴുതി കാണിക്കും. അനൗൺസ്മെൻ്റ് ഉണ്ട്, ഓരോ സ്റ്റേഷന് തൊട്ട് മുമ്പും അവിടെ എത്തുമ്പോഴൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ടൗൺ ഹാൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്നത്. കാരണം ഞാൻ കണ്ണ് തുറന്ന് വാതിലിൻ്റെ അടുത്ത് ഇരിക്കുക തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു മെസ്സേജ് അയച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ലൈക്ക് എ വിറ്റ്നസ്, ഇങ്ങനെ ആൾക്കാർ ഇറങ്ങുന്നത് കയറുന്നത്, ഏതോ സ്റ്റേഷൻ്റെ കാര്യം പറയുന്നതൊക്കെ കാണുന്നുണ്ട്. ഫുൾ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആരോ തട്ടി വിളിച്ച പോലെ നോക്കുമ്പോൾ ടൗൺ ഹാൾ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൗൺ ഹാൾ സ്റ്റോപ്പോ, ഇവിടെ നിന്നല്ല ഞാൻ കയറിയത്. അപ്പോൾ എനിക്ക് ആ ടൗൺ ഹാൾ സ്റ്റോപ്പ് ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പം നോർത്ത് 7 എന്ന് പറഞ്ഞ മോഹൻജി താമസിച്ച ആ ഹോട്ടൽ കാണുന്നുണ്ട്. അപ്പം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതായത് നെക്സ്റ്റ് സ്റ്റോപ്പ് ഈസ് MG റോഡ് എന്ന് പറയുന്നതും എനിക്ക് കേൾക്കാം. ഞാൻ കുറച്ച് സമയം എന്താ പറയുക, ഇതെന്താണെന്ന് വിചാരിച്ചൊന്ന് അന്തിച്ച് നിന്ന് പോയി എന്നുള്ളത് സത്യം. കാരണം അടുത്ത സ്റ്റോപ്പ് MG റോഡ്, അതായത് ഞാൻ ആലുവയിലേക്ക് കയറിയ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുക. ഞാൻ കയറിയ അതേ ടൗൺ ഹാൾ സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഈ ഒരു പെട്ടെന്നൊന്ന് ഞെട്ടി എഴുന്നേക്കുന്ന പോലെ. ഉറക്കത്തിലാണോ വെച്ചാൽ അല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കാണുകയാണ്. എക്സാക്ട്ലി ആ ഒരു ഹോട്ടലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്ന് പറയാം. ഞാൻ വേഗം തന്നെ MG റോഡിൽ ഇറങ്ങി, MG റോഡ് സ്റ്റോപ്പിൽ ഇറങ്ങി. എന്നിട്ട് ഞാൻ ആലോചിച്ചു ഇതെന്താണിത്, ഞാൻ ഇപ്പം കയറിയല്ലേ ഉള്ളൂ, കയറി ഇരുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ആലുവയിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ 1 മണിക്കൂർ ഞാൻ നോക്കിയപ്പോൾ 11 മണിക്ക് ഞാൻ കൃത്യം ട്രെയിനിൽ കയറി. ടൈം നോക്കിയപ്പോൾ 12 മണി. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ വേഗം പോയി ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ആലുവയ്ക്ക് എടുത്ത് പിന്നെയും കയറി. പിന്നെ ഞാനിങ്ങനെ സ്റ്റേഷനുകൾ ഇങ്ങനെ ആ ബോർഡിൽ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ ട്രെയിനിൽ ഇരുന്ന് ആലോചിച്ചിട്ട് എന്താ സംഭവം, ഞാൻ കയറിയത് ഒരു ഫോട്ടോ അയച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ ആലുവയിൽ ചെല്ലുമ്പം ആ ട്രെയിനിലുള്ള എല്ലാവരും ഇറങ്ങും, കാരണം ആലുവ വരെ ഉള്ളൂ. പിന്നെ എല്ലാവരും കയറി. ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കണ്ണ് തുറന്നിരിക്കുകയാണ്, ഞാൻ ഉറങ്ങിയിട്ടുമില്ല. എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. എനിക്ക് ഈ സമയം പോയത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേവിയമ്മയുടെ ബുക്ക് ഡിവൈൻ കപ്പിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു പാരഗ്രാഫാണ് എനിക്ക് വന്നത്. കാരണം അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവൈൻ കപ്പിൾ എന്ന് പറയുന്ന വീഡിയോയിൽ അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയായിരുന്നു. അതായത് ശ്രീ പരമേശ്വരൻ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കൈലാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഭഗവാൻ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ശ്രീരാമൻ വനവാസത്തിന് പോയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചിട്ട് പറഞ്ഞു ശ്രീരാമൻ്റെ വനവാസം കഴിഞ്ഞിരിക്കുന്നു, ഭഗവാൻ രാവണനെ വധിച്ചിരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ഓരോ ചലനങ്ങൾ, ഒരു നിമിഷം എന്ന് പറയുന്നത് ഭൂമിയിലെ 14 വർഷമാണെന്ന്. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ വിചാരിച്ചു ഇതെന്തോ അങ്ങനെ എന്തോ ആണ്, കാരണം സംഭവിച്ചത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നെനിക്ക് തോന്നി. അപ്പോൾ വീട്ടിൽ വരുമ്പോഴും ആ ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ തന്നെയാണ് ഞാനുള്ളത്. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ്, ട്രാൻസ് സ്റ്റേറ്റ് എന്നൊക്കെ പറയും. കാരണം ബോഡിയിൽ ഇങ്ങനെ കുമിളകൾ വരുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ മോഹൻജിക്ക് ഒരു മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു മോഹൻജി ഇങ്ങനെ ഒരു സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് ഉണ്ടായി എനിക്ക്. അപ്പോൾ മോഹൻജി എനിക്ക് അയച്ച മറുപടി യു ആർ ഇൻ ട്രാൻസ് സ്റ്റേറ്റ്, യു ആർ സ്റ്റിൽ വിത്ത് മീ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദേവിയമ്മയുടെ ആ ബുക്ക് വായിച്ചതുകൊണ്ട്. അതാണ് ഗുരുക്കന്മാരെ നമ്മളെ പല രീതിയിൽ ഗൈഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു ബുക്ക് വായിച്ചതുകൊണ്ട് എനിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. കാരണം ഗ്രൂപ്പിൽ ഒരുപാട് എക്സ്പീരിയൻസ് എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിലെ അർത്ഥം മനസ്സിലാക്കി അതിലൊന്ന് സ്റ്റെബിലൈസ്ഡ് ആവാനുണ്ട്.
എനിക്ക് ഈ എക്സ്പീരിയൻസ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഈഗോ വളരുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് എന്തിനാണ് ഈ എക്സ്പീരിയൻസ് തന്നിരിക്കുന്നത്, നമുക്കെന്നല്ല മറ്റുള്ളവർക്കും തരുന്ന എക്സ്പീരിയൻസ്, നമുക്ക് തരുന്ന പാഠങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിലൊന്ന് ഉറയ്ക്കും. പിന്നെ നമുക്കൊന്നും നമ്മളെ ഇളക്കാൻ സാധിക്കില്ല. ഒരു ചെറിയ രീതിയിൽ തൊട്ടു പോയേക്കാം പല സംഭവങ്ങളും, പക്ഷേ നമുക്ക് ആ ഗുരുവിലുള്ള വിശ്വാസം ഉറച്ചു തന്നെ നിൽക്കും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോൾ ബിന്ദു എനിക്ക് അയച്ച ആ ഒരു ഭാഗമാണ് ഞാൻ ആദ്യം വായിച്ചത്. അതും ഇതൊന്നു തന്നെയാണ്. കാരണം നമ്മൾ ബ്ലിസ്ഫുൾ സ്റ്റേറ്റിലായിരിക്കും, അതായത് ഒരു ഗുരുവിൻ്റെയൊക്കെ പ്രസൻസിൽ, ഗുരുവിൻ്റെയൊക്കെ ആ ഓറയുടെ ആ ഒരു എനർജി വലയത്തിലാവുമ്പോൾ നമ്മൾ വേറൊരു തലത്തിലാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ ഈ ടൈം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പറാണ്. അതായത് ഭൂമിയിലെ ഒരു ടൈം ആയിരിക്കില്ല, വേറൊരു തലത്തിലെ നമ്പർ. പല തലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരൊറ്റ സെക്കൻഡ്. കാരണം കറക്റ്റ് ആ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നെ ആരോ തട്ടി വിളിക്കുന്നത് പോലെ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. ഇതെന്താ ഇത്, ഞാൻ ആ ബോർഡിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അതൊന്നും കാണുന്നില്ല. എന്താ ഔട്ട് ഓഫ് ബോഡി അതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. കാരണം ഒരു ഗുരു, സദ്ഗുരുവിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഗുരു തൻ്റെ എക്സ്പാൻഡഡ് ഫോം, അല്ലെങ്കിൽ ഗുരു ഏത് തലത്തിൽ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസിലൂടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളുടെ അനുഭവത്തിൽ വരുമ്പോൾ നമുക്ക് ഈ പുസ്തകങ്ങൾ എത്ര വായിച്ചാലും അല്ലെങ്കിൽ കേട്ടാലും കിട്ടാത്ത അറിവുകളാണ് ഈ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നത്. അതായത് ഒരുപാട് നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരുപാട് നാമം ജപിച്ചാലും ഒക്കെ വരുന്ന ചില സ്ഥിതികൾ നമുക്ക് ഒരു സദ്ഗുരുവിൻ്റെ പ്രസൻസിൽ പെട്ടെന്ന് തന്നെ കിട്ടും. കാരണം അത് ആ ഗുരു പരമ്പരയുടെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഗുരുവിനെ എന്താ പറയുക, ആദരിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്ത് ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പല എക്സ്പീരിയൻസുകളും പലരും ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ എക്സ്പീരിയൻസും എല്ലാവർക്കും തരുന്നത് ചില പാഠങ്ങളാണ്. അപ്പം എന്താ പറയുക, ഇപ്പം തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കറിയാം, ഒരു ഗുരുവിൻ്റെ സേവയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ദിവസങ്ങൾ പറന്നു പോണതുപോലെ തോന്നുന്നു പലരും പറയാറുണ്ട്, സമയം. അപ്പോൾ ആ രീതിയിൽ അനുഭവങ്ങളാണ് ഗുരു തരുന്നത്. അത് തന്നെയാണ് സദ്ഗുരുക്കന്മാരുടെ പ്രസക്തി. ഗുരു ആവശ്യമില്ല, നമുക്ക് തന്നെ മുമ്പോട്ട് പോകാം എന്നൊക്കെ പറയും പലരും. പക്ഷെ അതല്ല, നമ്മുടെ യാത്ര വളരെ എളുപ്പമാക്കാനാണ് ഗുരുക്കന്മാർ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ സദ്ഗുരുക്കന്മാർക്ക് ആ ഒരു പരമ്പരയ്ക്ക്, കാരണം പല രീതിയിലാണ് അറിവുകൾ വരുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയ ഉടനെ എനിക്ക് ദേവിയമ്മയുടെ ആ ഒരു ബുക്ക് വായിച്ച ഭാഗമാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്കതിനുള്ള ആ ഒരു ഉത്തരം കിട്ടുകയും ചെയ്തു, ഇതെന്താണ് എന്നുള്ളത്. പിന്നെയാണ് ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാർക്കും വന്ദനം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.